Hi my dear students, once again welcome back to Sequences and Series. ഇന്നത്തെ ഈ 18ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ജി പി യുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ജി പി യുടെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the question number 68. If the AM and GM of two positive numbers A and B are 10 and 8 respectively, find the numbers. Question മനസ്സിലായോ? നമ്മുടെ എ പിയും ജി പിയും ആയിട്ട് ഒരുപോലെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എ എം ആൻഡ് ജി എം ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് എ ആൻഡ് ബി. അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ എ എം എന്ന് വെച്ചാൽ എന്താ മക്കളെ? അരിത്തമെറ്റിക് മീൻ. എയും ബിയും ആണ് നമ്പേഴ്സ്. ഒന്ന് എ, അടുത്തത് ബി. അപ്പോൾ അതിന്റെ എ എം എന്ന് പറയാൻ എന്ത് വരും? A plus B divided by 2 എന്ന് വരും അല്ലേ? That is 10. AM is 10 and GM is what? GM is equal to square root of A into B അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. That is 8. Find the numbers means we have to find the value of A and B. നമുക്ക് നോക്കാം. What about this one? A plus B by 2 is equal to 10 means A plus B is equal to ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും അല്ലേ? നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇത് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി is equal to 8 ആണ്. അപ്പോൾ ഒന്ന് സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ റൂട്ട് അങ്ങ് പോകും. അപ്പോൾ എ ബി എന്ന് വരും. എ ബി is equal to 8ന്റെ സ്ക്വയർ 64 എന്നാവും അല്ലേ? ഇവിടെ നമ്മൾ ക്രോസ് ചെയ്തു, ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തപ്പോൾ ഇത് റൂട്ട് പോയി, ഇത് 8ന്റെ സ്ക്വയർ ആയി 64 ആയി. ഇനി ഈ രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ 20 ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ നമുക്ക് ഇവിടുന്ന് ബി ഒന്ന് എലിമിനേറ്റ് ചെയ്യും. 1 implies b is equal to 20 minus a അല്ലേ? അതിനെ നമുക്കൊരു ഇക്വേഷൻ നമ്പർ 3 എന്ന് വേണേൽ വിളിക്കാം. ഇപ്പോൾ എ പ്ലസ് ബി സിക്കൽ 20 ആയതുകൊണ്ട് ബി എന്ന് പറഞ്ഞാൽ എ അപ്പുറം ചെല്ലുമ്പോൾ 20 മൈനസ് എ ആവും. ഇനി നമ്മൾ 2-നകത്തുനിന്ന് കൊടുത്തേ. വാട്ട് ഈസ് 2? 2 implies എ ഇൻറ്റു ബി സിക്കൽ 64 ആണ്. ബിക്ക് പകരം നമുക്ക് 20 മൈനസ് എ ഇസ് ഈക്വൽ ടു 64 എന്ന് വിളിക്കാം. ഓർ 20a മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64. ഇതെല്ലാം കൂടെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ മൈനസ് എ സ്ക്വയർ ഇവിടെ വരുമ്പോൾ പ്ലസ് എ സ്ക്വയർ ആവും. ഈ 20a ഇപ്പഴേ വരുമ്പോൾ മൈനസ് 20a ആവും. ഓൾറെഡി 64 അവിടെ ഉണ്ട്, ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാമല്ലോ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് അല്ലേ? അത്തരത്തിൽ നമുക്ക് എഴുതാം. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് ബി. സോ മൈനസ് ഓഫ് മൈനസ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 20 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ, എയുടെ കോയിഫിഷ്യന്റ് 1 ആണ്. സോ 4 1 ഇൻറ്റു 64 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എയുടെ വാല്യൂ 1 ആണ്. സോ 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 20 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 20യുടെ സ്ക്വയർ 400 മൈനസ് 64 ഇൻറ്റു 4 ദാറ്റ് ഈസ് നമുക്കറിയാം 256 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 2 that is 20 plus or minus 400 ന്ന് 256 കുറച്ച് 144 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാം. 144ന്റെ റൂട്ട് നമുക്ക് അറിയാമല്ലോ, ദാറ്റ് ഈസ് 12 ആണ്. സോ 20 പ്ലസ് ഓർ മൈനസ് 12 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് ഒന്നുകിൽ 20 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 വരും, ഓർ 20 മൈനസ് 12 ഡിവൈഡഡ് ബൈ 2 വരും. 20 പ്ലസ് 12 മീൻസ് 32. 32 by 2 or 20 minus 12 is 8 by 2. That is 16 or 4. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ either 16 or 4 എന്ന് വരും. അപ്പോൾ എ കിട്ടി നമുക്ക്. നമ്മുടെ ചോദിച്ചാണ് എയും ബിയും കണ്ടുപിടിക്കാനാണ്. ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 3 പറയുന്നു 20 മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് 3-കകത്ത് കൊടുക്കാം. b is equal to 20 minus a അല്ലേ? നമുക്ക് കേസ് 1 a എന്ന് പറഞ്ഞാൽ 16 ആണെന്ന് വിചാരിക്കുക. implies b is equal to 20 minus 16 is equal to
4 എന്ന് വരും. അപ്പോൾ എ എന്നുള്ളത് 16 ആണെങ്കിൽ ബി എന്നുള്ളത് 4 വരും. കേസ് 2 എ എന്നുള്ളത് 4 എടുക്കാം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 20 - 4 ദാറ്റ്സ് ഈക്വൽ ടു 16 എന്ന് വരും. ഇപ്പോൾ 2 ആയി. എ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മളോട് ചോദിച്ചാണേ ഫൈൻഡ് ദ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചാണ്. അപ്പോൾ ദ നമ്പേഴ്സ് ആർ ഒന്ന് 4ഉം മറ്റൊന്ന് 16ഉം ആയിരിക്കും അല്ലേ. ഇത് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചാലും കിട്ടും. രണ്ട് എണ്ണത്തിന്റെ നമ്പേഴ്സ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം 16 × 4 = 64 ആണ്. അതുപോലെ സം എടുക്കുമ്പോൾ 20 കിട്ടും അല്ലെ. അത്തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ അത്തരത്തിൽ കണ്ടുപിടിക്കാം. അതർവൈസ് നമുക്ക് ഇതുപോലെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയായാലും നമുക്ക് ഇതിന്റെ വാല്യൂസ് സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതൊരു മെത്തേഡ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് a - b കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. a - bയുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു a + b. നമ്മൾ അങ്ങനെ ഒരു ഫോർമുലയും പഠിക്കുന്നുണ്ട്. പണ്ട് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഫോർമുലയും. a - b the whole square is equal to a + b the whole square minus 4ab. a + b നമുക്കറിയാം 20 സ്ക്വയർ -4 × 64. അപ്പോൾ നമുക്ക് a - b സ്ക്വയർ കിട്ടും. അതിനകത്ത് നമ്മൾ a - b കിട്ടും. പിന്നെ a + b a - b കിട്ടിയാലും നമുക്ക് എയും ബിയും കണ്ടുപിടിക്കും. അപ്പോൾ അതിന് എളുപ്പം ഇതായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലേക്ക് ഇന്ന് പോയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ മക്കളെ ചെയ്തത്? യെസ്. Here is the next question. If am and gm of the roots of a quadratic equation are 8 and 5 respectively, then obtain the quadratic equation. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം നമുക്കറിയാം അല്ലേ. എന്താണ്? ax² + bx + c = 0 എന്നാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം. ഇതിന് 2 റൂട്ട്സ് ഉണ്ടാവും അല്ലെ. ഒരു റൂട്ടിനെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം, അടുത്ത റൂട്ടിനെ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. 2 റൂട്ട്സ്. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് കിട്ടിയത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരുന്നല്ലോ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 2 റൂട്ടുകൾ അവിടെ നമ്മൾ എടുത്തിരുന്നത് നമുക്ക് എയിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ എക്ക് 2 റൂട്ട് കിട്ടി എന്ന് പറഞ്ഞ പോലെ ഇവിടെ എക്സിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഈ എക്സിന് 2 വാല്യൂ കിട്ടും. അതിലെ ഒരു വാല്യൂവിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കും. അത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ആ പേര് വിളിച്ചത്. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തപ്പോൾ ഒന്ന് 16ഉം ഒന്ന് 4ഉം കിട്ടിയില്ലേ. അതുപോലെ അത് ഒരെണ്ണത്തിനെ ആൽഫ എന്ന് വിളിക്കും, മറ്റേതിനെ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. ഇതാണ് ഈ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ എഴുതിക്കോളുക. ലെറ്റ് ആൽഫ ബീറ്റ be the roots of the quadratic equation ax² + bx + c = 0. ഓക്കെ, ഇനി എന്താ പറയണം നോക്കിയേ. ഇഫ് am and gm of the roots of the quadratic equation എന്ന് പറഞ്ഞാൽ am of alpha and beta എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആൽഫ + ബീറ്റ / 2. ഇതിന്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൂട്ടുക /2. am is equal to 8 and gm is ആരുടെ gm ആണ്? gm of roots of the quadratic equation. ഏതൊക്കെ? ആൽഫയും ബീറ്റയും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? റൂട്ട് ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ ദാറ്റ് ഈസ് ഗിവൺ, ദാറ്റ്സ് ഈക്വൽ ടു 5. ഓക്കെ, സോ നേരത്തെ ചെയ്തോളാനെ നമുക്ക് ചെയ്യാം. ആൽഫ + ബീറ്റ ഈസ് ഈക്വൽ ടു 8 × 2 എന്ന് വരും, 16 എന്ന് വരും. ആൻഡ് ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 25 എന്ന് വരും അല്ലേ. then obtain the quadratic equation. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആൽഫയും ബീറ്റയും ആണ് അതിന്റെ റൂട്ട്സ് എങ്കിൽ അത് റൂട്ട്സ് ആയിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് x² - sum of the roots into x plus product is equal to 0. ഇങ്ങനൊരു ഫോർമുല നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. x² - sum into x. അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്തോളൂ. നമുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് എഴുതാം. അപ്പോൾ x² - സം എന്ന് പറഞ്ഞാൽ ഇതാണ് ആൽഫ + ബീറ്റ ആണ്. സോ ആൽഫ + ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഒന്ന് എഴുതി വയ്ക്കാം. The quadratic equation എഴുതിക്കാം മക്കളെ. The quadratic equation whose roots are alpha and beta is given by x square minus alpha plus beta into x plus alpha beta is equal to 0. X square minus alpha plus beta into x plus alpha beta is equal to 0. അത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഈ ഇതിനകത്ത് വാല്യൂസ് കൊടുത്താൽ മതി. സോ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് 16. സോ 16x ആൽഫ ബീറ്റ ഈസ് 25 is equal to 0. So that is the equation. So ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Form the quadratic equation whose AM and GM are 8 and 5 respectively. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്കിത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇതിന്റെ ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ ഒക്കെ നമുക്ക് ആൽഫ ബീറ്റ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൽഫയുടെ ബീറ്റയുടെ സമ്മും പ്രൊഡക്റ്റ് നമുക്കറിയാം. അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ആൽഫയുടെ ബീറ്റയുടെ എക്സാക്ട് വാല്യൂ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. ആ എക്സിന്റെ വാല്യൂസ് ആണ് ആൽഫയുടെയും ബീറ്റയുടെ വാല്യൂസ്. പക്ഷെ അത് നമ്മളോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ മക്കളെ, here is the next question, question number 70. If A and G be the AM and GM respectively between two positive numbers, prove that the numbers are A plus or minus square root of A plus G into A minus G. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. A and G be the AM. അപ്പോൾ AM between two positive numbers. നമുക്ക് രണ്ട് നമ്പേഴ്സ് എടുക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി ദ നമ്പേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സ് ആണ് എടുക്കാം. ബി ദി നമ്പേഴ്സ്. ദെൻ എ എമ്മിനെ എ എന്നാണ് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് എ എം ഇസ് ഈക്വൽ ടു എ എന്ന ക്യാപിറ്റൽ എ എന്ന എ എമ്മിനെ നമ്മൾ ക്യാപിറ്റൽ എ എന്നാണ് വിളിക്കുന്നത്. സോ ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു എ എം. എ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് എ എം? A plus B divided by 2. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്ത് A plus B എന്ന് കണ്ടുപിടിക്കാം. A plus B is equal to 2A. ഒരു പേര് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 1. Then what about their GM? GM-നെ നമ്മൾ G എന്നാണ് വിളിക്കുന്നത് അല്ലേ? സോ G എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് G is equal to സ്ക്വയർ റൂട്ട് ഓഫ് AB എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് G is equal to റൂട്ട് ഓഫ് AB എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ റൂട്ട് അങ്ങ് പോകും. എ ബി ഇസ് ഈക്വൽ ടു ജി സ്ക്വയർ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് വേണ്ടത് എയും ബിയും ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കണ്ടുപിടിക്കാന്നുള്ള. അതിനുവേണ്ടി നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഫോർമുല ഉപയോഗിക്കുകയാണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മളിത് പറഞ്ഞിരുന്നു. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4ab അല്ലെ? അതുപോലെ തന്നെ വേറൊരു ഫോർമുലയും ഉണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 4ab. ഇത് രണ്ടും ഇത് തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ട എ പ്ലസ് ബി ഓൾറെഡി നമ്മുടെ ഉണ്ട്. നമുക്കിനി എ മൈനസ് ബി ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഫോർമുല എന്ന് ഉപയോഗിക്കാൻ പോവാം. എ പ്ലസ് ബി നമ്മുടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് 2a ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ ജി സ്ക്വയർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ സോ ഇറ്റ് ഈസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എ മൈനസ് ബി ഒന്ന് കണ്ടുപിടിക്കാം. That implies a minus b is equal to, ഇതിന്റെ സ്ക്വയർ റൂട്ട് വരുമല്ലോ, റൂട്ട് ഓഫ് 2a the whole square എന്ന് പറഞ്ഞാൽ 4a സ്ക്വയർ എന്ന് വരും മൈനസ് 4g സ്ക്വയർ എന്ന് വരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരു 4 പുറത്തെടുക്കാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ എന്ന് വിളിക്കാം. ഇതിനകത്ത് നമുക്കൊരു 2 4ന്റെ റൂട്ട് ഓഫ് 2 ആണല്ലോ. 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ എന്ന് എഴുതാം.
ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു എ പ്ലസ് ബി ഉണ്ട്, അത് ഞാൻ ഒന്നും കൊണ്ടൊന്ന് എടുത്തെഴുതുകയാണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2a ആണ്. അത് മുകളിൽ കിടപ്പുണ്ട് വണ്ണിനകത്ത്. ഞാൻ അവിടെ ഒന്ന് കാണാൻ വേണ്ടി എടുത്തെഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മക്കളെ എ പ്ലസ് ബി 2a ഉണ്ട്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ വിളിച്ചിരുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. 2 നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് a മൈനസ് ബി ആണ്, ഇസ് ഈക്വൽ ടു 2 ടൈംസ് റൂട്ട് ഓഫ്. ഇനി നമുക്ക് വേണമെങ്കിൽ എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി എന്ന് എഴുതാമല്ലോ. കാരണം പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ആ ഫോർമുല. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. നമുക്കിത് നമ്മൾ കൂട്ടി നോക്കാം. 1 പ്ലസ് 3 യൂസ്. ഇപ്പോൾ എയും എയോട് കൂട്ടുമ്പോൾ 2a എന്ന് വരും. ബി മൈനസ് ബി ക്യാൻസൽ ആയി പോകും. ഈക്വൽ ടു 2a പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി. ഓക്കെ, ഒരു 2 ത്രൂ ഔട്ട് എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി എന്ന് കിട്ടും. ദിസ് ഈസ് എ. ഇത് 1 ഉം 3 ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി നമുക്ക് 1 ഉം 3 ഉം കൂടെ ഒന്ന് കുറച്ചാലോ. 1 മൈനസ് 3 ഗീവ്സ് എന്ന് എ കുറയ്ക്കുമ്പോൾ 0 ആയി പോകും. ബി മൈനസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ബി 2b എന്ന് വരും. ബി മൈനസ് മൈനസ് ബി ദാറ്റ് ഈസ് ബി പ്ലസ് ബി എന്ന് വരും. ഈക്വൽ ടു 2a മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി. ഓക്കെ, ഒരു 2 നമ്മൾ നേരത്തെ എടുത്ത പോലെ കട്ട് ചെയ്യാം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. കണ്ടോ, ഇത് എയും ഇത് ബിയും. നമ്മളോട് ചോദിച്ചേക്കണത് എന്താ നോക്കിക്കോ മക്കളെ. നമ്മളോട് ചോദിച്ചേക്കണത് ഫൈൻഡ് ദി നമ്പേഴ്സ് എന്നാണ് അല്ലെ. ലെറ്റ് പ്രൂവ് ദാറ്റ് ദി നമ്പേഴ്സ് ആർ എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നതാണ് ഒരു നമ്പർ എ പ്ലസ് റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി. പ്രൂവ് ദാറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ. എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി. അപ്പൊ നമുക്ക് ഒരെണ്ണം കിട്ടിയത് എ പ്ലസ് റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി. അടുത്തത് കിട്ടുന്നത് എ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി. സോ ഇത് രണ്ടുമായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് വി ഹാവ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത്തരത്തിൽ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, here is the next question, question number 71. This is another important question. The sum of two numbers is 6 times the geometric means. Show that the numbers are in the ratio 3 plus 2 root 2 is to 3 minus 2 root 2. Okay, നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് വെച്ചാൽ എയും ബിന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ സം ഓഫ് ദി നമ്പേഴ്സ് ഈസ് എ പ്ലസ് ബി is 6 times the geometric means. Geometric mean means root of AB. അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. Let A and B be the numbers. Let A and B be the numbers such that their GM is root of AB. Then given that sum of the two numbers, that is a plus, given that a plus b is equal to 6 times 6 into root of ab. Okay, now we can call it as equation number 1. Then what about a minus b? A minus b is a plus b the whole square is equal to നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല തന്നെ a plus b whole square minus 4ab. ഓക്കെ, അപ്പോൾ a minus b whole square വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. a plus b നമുക്കറിയാം 6 into root of ab ആണ്. അപ്പോൾ 6 into root of ab the whole square minus 4ab, right? Yeah, so it is 36ab minus 4ab, or we can write it as 32ab. What is that? A minus b the whole square.
So that implies what is a minus b? A minus b is equal to root of 32 ab. ഇതിനെ നമുക്ക് ഇത്രയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ 32നെ നമുക്ക് റൂട്ട് ഓഫ് 16 ഇൻറ്റു 2 എന്ന് എഴുതാം. 16ന്റെ റൂട്ട് നമുക്കറിയാമല്ലോ 4 ആണ്. സോ 4 ഇൻറ്റു റൂട്ട് ഓഫ് 2 ab. ദിസ് ഈസ് എ മൈനസ് ബി. ഓക്കെ, എ പ്ലസ് ബി ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു റൂട്ട് ഓഫ് എ ബി. അപ്പോൾ നമുക്ക് എ മൈനസ് ബിയും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് എയും ബിയും കണ്ടുപിടിക്കാം. We can call this as equation number you already call it as 1 and this is as equation number 2. നമുക്ക് 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യാം. 1 plus 2 is what? a plus അപ്പോൾ ഇത് 1 ഉം 2 കൂടെ കൂട്ടുമ്പോൾ a plus b വരും. ഇവിടെ a minus b വരും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ a plus a 2a എന്ന് വരും. 2 times a is equal to b യും minus b ക്യാൻസൽ ആയി പോകും. റൂട്ട് ഓഫ് 6 എ ബി, ഇത് 6 ഇൻറ്റു റൂട്ട് ഓഫ് എ ബി, ഇത് 4 ഇൻറ്റു, ഇതിന് നമുക്ക് ഇത്രയും കൊണ്ടൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വിളിക്കാം. 4 റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് എ ബി അങ്ങനെ വിളിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇത് എ മൈനസ് ബി ആണ്. ഇത് എയും എയും കൂടെ കൂട്ടുമ്പോൾ 2 വന്നു. ബിയും മൈനസ് ബി കൂടെ കൂട്ടുമ്പോൾ 0 ആയി. 6 ഇൻറ്റു റൂട്ട് ഓഫ് എ ബിയും 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് എ ബിയും. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് ഓഫ് എ ബി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 2 റൂട്ട് ഓഫ് എ ബി പുറത്തേക്ക് അല്ല 2 എടുക്കാം. 2 ഇൻറ്റു റൂട്ട് ഓഫ് എ ബി, ഇവിടെ റൂട്ട് ഓഫ് എ ബി ഉണ്ട്, ഇവിടെ ഒരു 2 എടുക്കാം, ഇവിടുന്ന് ഒരു 2 എടുക്കാം. മിച്ചം ഇവിടെ എന്നാ വരും മക്കളെ? ഇവിടെ 2 ആ എടുത്തേക്കണം, അപ്പോൾ 3 വരും. ഇവിടെ 2 പോകുന്ന പിന്നെ ഒരു 2 റൂട്ട് 2 വരും. ഓക്കെ, ദിസ് ഇസ് 2a. 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി ഇൻറ്റു 3 പ്ലസ് 2 റൂട്ട് 2 എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് എ. നമുക്ക് 1 മൈനസ് 2 എന്ന് കണ്ടുപിടിക്കാം. ഇത് 1, ഇത് 2. 1 മൈനസ് 2 കണ്ടുപിടിക്കുമ്പോൾ എ മൈനസ് എ ക്യാൻസൽ ആയി പോകും. ബി മൈനസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2b എന്ന് വരും അല്ലെ. ഈ ബിയും ഈ ബിയും കൂടെ ഇത് ഇന്ന് കുറയ്ക്കുമ്പോൾ ഇത് മൈനസ് ഓഫ് മൈനസ് ബി ആണ്, അപ്പോൾ 2b എന്ന് വരും. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 6 ഇൻറ്റു റൂട്ട് ഓഫ് എ ബി മൈനസ് 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് എ ബി എന്ന് വരും. ഓക്കെ, നേരത്തെ പോലെ തന്നെ നമുക്ക് 2 റൂട്ട് എ ബി പുറത്തെടുക്കാം. അപ്പോൾ പിന്നെ മിച്ചം ഇതിനകത്ത് 3 ഉണ്ട്. ഇതിനകത്ത് 2 4-നകത്ത് നിന്ന് 2 പോകുന്ന പിന്നെ 2 റൂട്ട് 2 ഉണ്ട്. ഇതാണ് 2b. അപ്പോൾ ഈ 2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് b കിട്ടും. b ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി ഇൻറ്റു 3 മൈനസ് 2 റൂട്ട് 2. ഓക്കെ മക്കളെ, നമ്മളോട് ചോദിച്ചേക്കണേ റേഷ്യോ ഓഫ് ദെയർ നമ്പേഴ്സ് ആണ്. സോ എ ബൈ ബി കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എ ബി ഇൻറ്റു 3 plus 2 root 2 divided by root of ab into 3 minus 2 root 2. ഇത് കട്ടായി പോകും. So 3 plus 2 root 2, so a is to b is equal to 3 plus 2 root 2 is to 3 minus 2 root 2. Okay, 3 plus 2 root 2 minus 3 minus 2 root 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ 3 ക്വസ്റ്റ്യനും ചെയ്തത് ഏതാണ്ട് ഒരേ മോഡലിൽ തന്നെയാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ മക്കളെ, യെസ്. Here is the next question. If ABC are in GP, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ പലതവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ABC are in GP and a raised to 1 by x is equal to b raised to 1 by y is equal to c raised to 1 by z. Then prove that x, y, z are in AP. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എ ബി സി ആർ ഇൻ ജി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ ഇൻ ജി പി. Then what is the condition? 3 ടേംസ് എ ബി സി ആർ ഇൻ ജി പിയിലാണെങ്കിൽ
ബി എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും ജോമെട്രിക് മീൻ അല്ലേ? ബി ഇസ് ദി ജോമെട്രിക് മീൻ ഓഫ് എ ആൻഡ് സി. ഓർ വി ക്യാൻ സേ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി. കേട്ടോട്ടെ, ഇക്വേഷൻ നമ്പർ 1. ഇനി തന്നിരിക്കുന്ന നോക്കിയേ, എ റേസ് ടു 1 ബൈ എക്സ് is equal to b raised to 1 by y is equal to z raised to 1 by z. തന്നിരിക്കുക. മൂന്നും ഈക്വൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനെ മൂന്നിനെയും ഈക്വൽ ടു എന്താണെന്ന് എനിക്ക് അറിയില്ല, അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒരു കെ എന്ന് വിളിക്കുക. അപ്പോൾ മൂന്നിന്റെ വാല്യൂ ഈക്വൽ ആണെന്ന് വന്നിട്ടുണ്ട്, പക്ഷെ മൂന്നിന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ കെ എന്ന് വിളിച്ചത്. ഇതിനെ ഞാൻ ഒന്നൊന്ന് ട്രീറ്റ് ചെയ്യുവാണ്, നോക്കിക്കോളൂ. ഇതിന്റെ അർത്ഥം എന്താ മക്കളെ? എ റേസ് ടു 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ കെ ആണ്, ബി റേസ് ടു 1 ബൈ വൈ എന്ന് പറഞ്ഞാലും കെ ആണ് അല്ലെ, സി റേസ് ടു 1 ബൈ ഇസഡ് എന്ന് പറഞ്ഞാലും കെ ആണ്. ശരിയല്ലേ? ഇതിനെ ഞാൻ രണ്ട് സൈഡിലും ഒരു എക്സ് പവർ എടുക്കാന്ന് വിചാരിക്കും. ഇപ്പം എക്സ് എന്നുള്ളത് 2 ആണെങ്കിൽ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുന്നു, എക്സ് എന്നുള്ളത് 3 ആണെങ്കിൽ രണ്ട് സൈഡിലും ക്യൂബ് ചെയ്യുന്നു, എക്സ് എന്നുള്ള 4 ആണെങ്കിൽ രണ്ട് സൈഡിലും ഞാൻ 4th പവർ എടുക്കും. അപ്പോ ഞാൻ രണ്ട് സൈഡിലും എക്സ് പവർ എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എ റേസ് ടു 1 ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു കെ റേസ് ടു എക്സ് എന്ന് കിട്ടും അല്ലെ? ദാറ്റ് മീൻസ് വാട്ട്? ദാറ്റ് മീൻസ് എ റേസ് ടു 1 ബൈ എക്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു കെ റേസ് ടു എക്സ് അല്ലെ? എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പൊ ഈ എക്സും കൂടെ കട്ടായി പോവും. ദാറ്റ് ഈസ് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു കെ റേസ് ടു എക്സ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ വൈത്ത് പവർ എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ ബി റേസ് ടു 1 ബൈ വൈ ഓൾ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു കെ റേസ് ടു വൈ. ദിസ് മീൻസ് ബി റേസ് ടു 1 ബൈ വൈ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു കെ റേസ് ടു വൈ. Or we can say b is equal to ഇതൊന്നും കട്ടായി പോകും, b is equal to k raised to y. Similarly ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. c raised to 1 by z all raised to z is equal to k raised to z. That means z raised to 1 by z into z is equal to k raised to z. Or we can say ഇത് നമ്മൾ ക്യാൻസൽ ആയി പോയി, c is equal to k raised to z. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കിട്ടി. അപ്പൊ എയുടെ വാല്യൂ കിട്ടി. a is equal to k raised to x, b is equal to k raised to y, c is equal to k raised to z. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ബി സി ആർ എൻ ജി പി എന്ന്. അപ്പൊ നമ്മളൊരു കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് സി എന്ന്. നമുക്ക് ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് b square is equal to ac implies k raised to y whole square is equal to a ക്ക് പകരം k raised to x എന്ന് എഴുതാം, c ക്ക് പകരം k raised to z എന്ന് എഴുതാം. ഓക്കെ, സോ k raised to y all raised to 2 is y into 2 or 2y is equal to k raised to, ഇത് a raised to m into a raised to n ആണ്, സോ a raised to m plus n എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസ് രണ്ടും സെയിം ആണ്. ബേസ് രണ്ടും സെയിം ആണെങ്കിൽ പവേഴ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ. സോ എക്സ് പ്ലസ് ഇസഡ് 2y is equal to x plus z. This means what? This means x, y, z are in AP. x ഉം y z AP ലാണെങ്കിൽ അല്ലേ ഉള്ളൂ ഈ മിഡിൽ ടേം എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എന്ന് മീൻസ് 2 times the middle term is equal to sum of the other 2 terms. That means x, y, z are in AP. ഓക്കെ മക്കളെ, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ 72 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഈ 72 പ്രോബ്ലത്തിൽ പകുതിയോളം നമ്മൾ എ പിയിലാണ്, അതിനുശേഷം ജി പിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. ജി പിയിലെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പുതിയതായ ഒരു കാര്യമായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇത് ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്തിരുന്നാൽ തീരില്ല. അപ്പം അതുകൊണ്ട് തൽക്കാലം ഞാൻ ജി പിയുടെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ
ബാക്കിയുള്ള ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് പുതിയ ആരിത്മെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും അല്ലാതെ അടുത്ത പുതിയ ഒരു ഏരിയയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് മാസ്റ്റേഴ്സ് ആകാൻ പറ്റുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് എക്സ്പേർട്ടായി മാറത്തുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. Okay, then bye. Have a nice day.